ഹലോ. കേരള PSC റീസെൻ്റ്ലി നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിച്ച ഒരു ചോദ്യമാണിത്. ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടായിരുന്നു ഈ ചോദ്യം. എന്താണ് ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ? ബ്രെട്ടൺ വുഡ്സ് എന്നത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. 1944 അമേരിക്കയിലെ ബ്രെട്ടൺ വുഡ്സിൽ വെച്ചിട്ട് 44 രാജ്യങ്ങൾ ചേർന്ന് ഒരു കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഈ ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ വെച്ചിട്ട് ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാൻ, ലോകത്തിലെ സാമ്പത്തിക സംവിധാനം പുനഃസംഘടിപ്പിക്കാനൊക്കെ ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ 2 സ്ഥാപനങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ 1944 ബ്രെട്ടൺ വുഡ്സിൽ നടന്ന ആ ഒരു കോൺഫറൻസിൻ്റെ ഫലമായിട്ട് ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ വന്ന ആ 2 സ്ഥാപനങ്ങളാണ് IMF, 1 ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, 2 വേൾഡ് ബാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ കിട്ടിക്കാണുമല്ലോ. എന്താണ്? ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. ഏതൊക്കെയാണ് ബ്രെട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ? അവർ 2 പേര്, 1 IMF, 2 വേൾഡ് ബാങ്ക്. എന്നായിരുന്നു ഈ കോൺഫറൻസ് നടന്നത്? എന്നാണ്? 1944. എവിടെ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടന്നത്? അമേരിക്കയിലെ ബ്രെട്ടൺ വുഡ്സിൽ വെച്ചിട്ട്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം, അതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം ഒരു സ്ഥലത്താണ്. എവിടെയാണ് IMFൻ്റെ ആസ്ഥാനം, അല്ലെങ്കിൽ എവിടെയാണ് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം? ആൻസർ കമൻറ്റ് ചെയ്യുമല്ലോ.